സൺ സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ വേണ്ടി ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് റേസ് കരിയർ ക്യാമ്പസ് മാമംഗലത്താണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഒരു മാസ് ചിത്രമായ പ്രജയിലെ ഡയലോഗാണ്. കുട്ടികൾ അതിനെ മാസ് ആക്കുമോ ഇനി അതിനെ കോമിക്കാക്കുമോ എന്ന് നമുക്ക് നോക്കാം. യെസ്, റേസ് കരിയർ ക്യാമ്പസ്. ഇവിടെ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കാരണം അത്രയേറെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളും അത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഒരുപാട് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം നമ്മളിവിടുന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏറ്റവും മനോഹരമായ കുട്ടികളാണ്, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്, അല്ലേ? അതെ. അപ്പൊ ആരാണ് ആദ്യം വരിക? ഓക്കെ, എന്താണ് പേര്? മറി. എവിടെയാണ് നാട്? എവിടെയാണ്? കോട്ടയം. ഏതൊക്കെ കോഴ്സുകളുണ്ട് ഇവിടെ? ഇവിടെ ഇതുണ്ട്, ഏവിയേഷൻ ഉണ്ട്. പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. ഏവിയേഷൻ ഉണ്ട്, പിന്നെ ലാംഗ്വേജ് ഉണ്ട്. സോ നല്ലൊരു പാട്ടോടുകൂടി അങ്ങോട്ട് തുടങ്ങിക്കളെ. കൊലുസ് കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമോടെ മധുര നമ്പര മുതിരും പാട്ടിൻ നിശല് കൊണ്ടുവാ മണക്കും മറ്റൊരു പരക്കും തന്നലിൽ ഉലയും തട്ടത്തിൻ നീളെ ഉദിച്ച നക്ഷത്ര മുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാ. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. പ്രണയാർദ്രമായ ഒരു സോങ് ആയിരുന്നു, മനോഹരമായിരുന്നു. അപ്പൊ ആക്ടിങ്ങും അതിലേറെ മനോഹരമാണ്. ഓക്കെ, മൈക്കാൻ പിടിച്ചേ. റെഡി, ആക്ഷൻ. But I believe in miracle, Jamet. ക്യാമറ നോക്കി. ആ കുട്ടീനെ കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു, അയാൾ വന്നതെല്ലാം കൊളോക്കി. But I believe in miracle, Jamet. പണ്ടൊരിക്കെ ബോംബെയിൽ 6 വെടിയുണ്ട്. പേടിച്ചെന്ന് പറയുന്നതിനെ കൊണ്ട് കേട്ടോ, അത് പറ്റില്ല. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട. പണ്ടൊരിക്കെ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കം കരളും കീറി പറഞ്ഞു പോയിട്ടു ചോരത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ചോര വാർന്നു പോയിട്ടു പാമ്പ് മുറിവിടുന്നത് പോലെ. അങ്ങനെ അല്ലല്ലോ, പാമ്പ് മുറി കൂടുന്നത് പോലെ എന്നല്ലേ? പാമ്പ് മുറി കൂടുന്നത് പോലെ ചങ്കം കരളും ജീവൻ തിരിച്ചു ചങ്കം കരളിലാണ്ട് പിടിച്ചിരിക്കുകയാണല്ലേ. സമയം മോശമാണെന്ന് ജോലിസിന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും മോശമാണെന്ന് ഈ ഓഫീസിൽ വന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി. ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമല്ല രാമേട്ട സക്കീർ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അത്ഭുതമല്ലേ, ആണ് സക്കീർ ഹുസൈൻ. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ ആയുസ് നീട്ടി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാട്ടോ, പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ പ്രാർത്ഥന ഫലിച്ചു. ഈശ്വരാ, എന്തൊട്ട് മനുഷ്യന്മാരെ ഈശ്വരാ. ആയുസ് നീട്ടി കിട്ടി വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈൻ എന്റെ മുന്നിലേക്ക് പാഞ്ഞു വന്നാലും then I will need you. എന്തിനാണ് വെടിയുണ്ടകൾ പാഞ്ഞു വന്നാലും? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു പരിച പോലെ എനിക്ക് ഉപയോഗപ്പെടും. പേര് പറഞ്ഞു രാമേട്ടൻ. ആണോ? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ എടുത്തു വെക്കും. എന്താണ്? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ എടുത്തു വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ ബുക്കോ? അടിപൊളി കേട്ടോ. വിളക്കൂതിരാജൻ പണി തുടങ്ങി. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വയ്ക്കും. വല. കറക്റ്റ് അല്ലേ? ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു കൊണ്ടവള് വെക്കും. ഓക്കെ, അവിടെ നിന്നോളൂ. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. പേര് പറയൂ. പേര് ഷമീം. ഷമീം. എവിടെയാണ് നാട്? എവിടെ? തൃശ്ശൂർ. ഇതിപ്പോ ഇവിടെ ഏത് കോഴ്സ് ഇതാ എടുത്തിരിക്കുന്നത്? ഞാൻ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ. ഓക്കെ, തുടങ്ങാം.
ആ ഞാൻ മൈക്കാൻ പിടിച്ചോളാം അല്ലേ ശരിയാണ്. ഓക്കെ റെഡി ആക്ഷൻ. ബട്ട് ഐ സ്റ്റിൽ പട്ടായി അമ്മ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ലേശം ബട്ട് ഐ സ്റ്റിൽ ബിലീവിംഗ് മിറാക്കിൾ രാമേട്ട. ആ, പിന്നല്ല. പണ്ടൊരിക്കെ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കയറി വന്നു. അതാണ് ചിരിക്കുന്നത് നീ ചങ്കം കരളം കയറി മുറിഞ്ഞാൽ. എന്തിനാടോ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? പണ്ടൊരിക്കെ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറി മുറിഞ്ഞ് ചോര വാഴ്ന്നുപോയി. സാറിന് പോയി. വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. പാമ്പ് മുറിവിടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച അത്ഭുത പ്രതിഭാസമാണ് സക്കീർ ഹുസൈൻ. സക്കീർ അല്ല സക്കീർ. സക്കീർ ഹുസൈൻ. അതിപ്പോ ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ? അങ്ങനെ ഒരു തവണ കൂടി വെടിയുണ്ട അതിജീവിക്കാനുള്ള ആയുസ് സക്കീർ ഹുസൈനുണ്ട്. നിങ്ങളെ പോലെ നിങ്ങക്ക് പറ്റൂ ചോയ്യട്ടാ? വരുന്നില്ല, ആയുസ് വരുന്നില്ലെന്നോ? ആയുസ് നീട്ടി കിട്ടി വെടികൊണ്ട സിംഹത്തെ പോലെ. വെടിയുണ്ട സിംഹം? വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈന്റെ പോലെ പാഞ്ഞു കയറി വന്ന സക്കീർ ഹുസൈന്റെ പുരയിലോട്ടോ. ഉച്ചക്കത്തെ പോലെ ബോറാക്കല്ലേ? മാക്സിമം നന്നായിട്ട് ട്രൈ ചെയ്യാം. ബോറാക്കാനാ? അതെ, നന്നാക്കാം. സ്കൂളിൽ ഒരു മാവില് 5 പഴുത്ത മാങ്ങയുണ്ട്. ഇന്നലെ സ്കൂളിൽ പോയപ്പോ 1 വീണു. ഇന്ന് പോയപ്പോ 1 വീണു. ബാക്കി എത്ര മാങ്ങയുണ്ട്? 3 അതങ്ങനെ കണക്ക് ശരിയല്ലല്ലോ. ആദ്യം പോയപ്പോ 1 വീണ്, പിന്നെ പോയപ്പോ വീണ്ടും വന്നു. ബാക്കി 5 മാങ്ങ. മാങ്ങയല്ലല്ലോ വീണേ, പോയാളല്ലേ വീണേ. കറക്റ്റ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. എന്താ പേര്? ഇർഷാദ്. എവിടെയാണ്? കാസർഗോഡാണ്. എന്നാ ആക്ടിംഗിലേക്ക് പോവാം. റെഡി ആക്ഷൻ. ബട്ട് ഐ സ്റ്റിൽ ബിലീവിംഗ് ഇൻ മിറാക്കിൾസ് രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളൊക്കെ കീറിപ്പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറിവിടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് രാമേട്ട സക്കീർ ഹുസൈൻ. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റിനെ അതിജീവിക്കാൻ ആയുസ് നീട്ടി കിട്ടിയാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. ബുള്ളറ്റിനെ 4 പ്രാവശ്യം. ഇനി കിടന്നുരുളണ്ട. എത്രത്തോളം പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ. ബുള്ളറ്റിനെ അതിജീവിക്കാൻ ആയുസ് നീട്ടി കിട്ടിയാൽ എന്റെ പൊന്നോ. വെടിയുണ്ട കൊണ്ട സിംഹത്തെ പോലെ കീറിപ്പാഞ്ഞു. എന്താണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കുന്നുണ്ട് ബോസ്. ചീറിപ്പാഞ്ഞ സക്കീർ ഹുസൈൻ എന്റെ മുന്നിലേക്ക് വന്നാൽ then I will need you ഒരു പരിചയ പോലെ എന്നെ ഉപയോഗപ്പെടുത്താൻ. സമി അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ കൊളപ്പുള്ള മീനിങ് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താണ് സക്കീർ ഹുസൈൻ ഇങ്ങനെ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ ഉപയോഗപ്പെടും രാമേട്ടൻ. എന്നെ ഉപയോഗപ്പെടും രാമേട്ടൻ? മനസ്സിലായില്ല. ഒരു പരിചയ പോലെ അപ്പൊ ആരാ നിക്കുന്ന? സക്കീർ ഹുസൈൻ അല്ലേ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അല്ല, രാമേട്ടൻ ഒരു പരിചയ പോലെ. പരിചയം പോലെ? ഒരു പരിചയ പോലെ. എന്നെ ഉപയോഗപ്പെടുത്താൻ രാമേട്ടൻ. സക്കീർ ഹുസൈനെ ഉപയോഗപ്പെടുത്തും രാമേട്ടൻ? എന്നെ ഉപയോഗപ്പെടും രാമേട്ടന്. എനിക്ക് ഉപയോഗപ്പെടും രാമേട്ടന്. മനസ്സിലായ? എന്റെ അർത്ഥം എന്തുവാ? അതായത് രാമേട്ടന് സക്കീർ ഹുസൈനെ ഉപയോഗപ്പെടും. എന്തുപോലെ? ഒരു പരിചയ പോലെ. പരിചയം എന്ന് പറഞ്ഞാൽ എന്തുവാ? പരിചയം എന്ന് പറഞ്ഞാൽ എന്തുവാ? അറിയില്ല. എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? വാളും പരിചയം കേട്ടിട്ടുണ്ടോ? അപ്പൊ പിന്നെ മറ്റേ മനസ്സിലായി. മറ്റേ ഏതാ? മറ്റേ ആ സർക്കിൾ പോലത്തെ ഒരു സംഭവം. മക്കളെ ഇഡലിയുടെ കുട്ടുവോ? ഇഡലിയുടെ
ഇഡലിച്ചമ്പ് ഇഡലിച്ചെമ്പാണെന്ന് പരിചയം. അതിനുള്ളിലത്തെ സാധനം. അതിനുള്ളിൽ ഇഡലി മാവ്. എന്താ നമ്മുടെ പേര്? അല്ല, അതിനുള്ളിൽ ഒരു പാത്രമില്ലേ കുഴിയുള്ള, അതിനുള്ളിൽ അതാണ് ഇവൻ കണ്ടിട്ടുള്ളത് പണ്ട് ഈർക്കിൽ വാളായിട്ട് വെച്ച് കളിച്ച സമയത്തില്ലേ. അല്ല അതുപോലത്തെ സാധനല്ലേ ഉള്ളത് തന്നെ. അതെവിടെ കണ്ടിട്ടുണ്ട് നീ? അല്ല പരിചയം. എവിടെ കണ്ടിട്ടുണ്ട്? അല്ല ഉറുമി മറ്റേ കളരിക്കകത്തൊക്കെ. കളരി കണ്ടിട്ടുണ്ടോ? അത് തന്നെ സാധനം. എടോ തനിക്ക് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. മലന്നുപോയി. അപ്പൊ ഇവിടെ എല്ലാവരെയും സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് പഠിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയാണ്. വരും. നമ്മളുടെ പേര് വിസ്മയ. വിസ്മയ. അപ്പോൾ വിസ്മയ നമ്മളെയൊക്കെ വിസ്മയിക്കാൻ വേണ്ടിയിട്ട് വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായൊരു പാട്ട് പാടുന്നതായിരിക്കും. എന്താ വിസ്മയിപ്പിക്കും? അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചിയില് ചെല്ലുമ്പം അമ്പിളി തമ്പ്രാൻ്റെ കോലവും കാണാം. ആ കോലത്തെത്തുമ്പം അവിടെ എന്തൊരു രസമെന്നോ. പാൽക്കാവടിയുണ്ട്, അവിടെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തുരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ. മനോഹരമായിട്ട് അടിപൊളി. സൂപ്പർ സൂപ്പർ. കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. ആക്ട് ചെയ്യാം. റെഡി, ആക്ഷൻ. But I still believe in Rameta. രാമേട്ടനല്ല, രാമേട്ടൻ. ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. But I still believe in Rameta. ഓക്കേ അല്ലേ? But I still believe in Miracle Rameta. പണ്ടൊരിക്കൽ ബോംബെയിലെ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറിപ്പറഞ്ഞു ചോര വാർന്നു പോയിട്ടും സ്ക്രിപ്റ്റ് പാട്ടായിട്ട് പാടില്ല. ചോര വാർന്ന് പോയിട്ടും പാമ്പ് മുറിവ് കൂടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിമാസമല്ലേ രാമേട്ട. കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? പ്രതിമാസമല്ലേ രാമേട്ട. സക്കീർ ഹുസൈൻ അങ്ങനെ ഒരു തവണ കൂടി 6 വെടിയുണ്ടകൾ അല്ല എപ്പോഴും 6 വെടിയുണ്ട ചത്തുപോകും. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈൻ എന്റെ നേരെ പാഞ്ഞു കീറി വന്നാൽ ഐ വിൽ നീഡ് യു. കയറി വന്നാൽ പാഞ്ഞു കയറി വന്നാൽ ഐ വിൽ നീഡ് യു. ഒരു പരിചയ പോലെ എന്നെ ഉപയോഗപ്പെടും. നിന്റെ ബാധ കേറിയടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ, ഒരു പരിചയ പോലെ മരിച്ച പോലെയല്ല, പരിചയ പോലെ എനിക്ക് ഉപയോഗപ്പെടും രാമേട്ട എന്നെ രക്ഷിച്ചു പിടിക്കാൻ. ഇത്ര ഒന്നുകൂടെ നല്ലോണം പറയട്ടെ. അല്ല, ഇദ്ദേഹം പറയുന്ന ആളാണ്. ആക്ട് ചെയ്ത് പറ. ഐ സ്റ്റിൽ ബിലീവ് ഇൻ മിറാക്കിൾ രാമേട്ട. പണ്ട് ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറിപ്പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും ഒരു പാമ്പ് മുറികൂടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിമാസമല്ലേ രാമേട്ട. പ്രതിഭാസമല്ലേ രാമേട്ട. സക്കീർ ഹുസൈൻ അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ വെടികൊണ്ട സിംഹത്തെ പോലെ എന്റെ നേരെ പാഞ്ഞു കീറി വന്നാൽ then I will need you. ഒരു പരിചയ പോലെ എനിക്ക് ഉപയോഗപ്പെടും രാമേട്ട എന്നെ രക്ഷിച്ചു പിടിക്കാൻ. ശരി. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഇദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ട് ഒരു ഫോട്ടോ ഞാൻ ഇദ്ദേഹത്തെ കാണിക്കാൻ പോവുകയാണ്. വളരെ വേറെ ആരും പറയാതെ, പറയുന്നവർക്ക് വേറെ പണിഷ്മെന്റ് ആണ്. ഇതാരാ മക്കളെ? ആരാ ഇത്? വേറെ ആരും പറയരുത്, പറയുന്നവർക്ക് വേറെ പണിഷ്മെന്റ് ഉണ്ട്. മറ്റേ വരില്ലേ, നമുക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടി കുറെ കാശൊക്കെ തന്ന ആളാണോ? അല്ലല്ല, ഈ കുറെ അഭിനയം കാഴ്ച വെച്ച ഇന്ത്യ നടനാണോ? ചീനി വരക്ക പോലുള്ള ഒരു മഹത് വ്യക്തി.
ഏത് മഹത്വത്തിയാണ് ഈ മഹത്വത്തിയുടെ പേരെന്താണ്? എന്താണ് കറക്റ്റ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എനിക്കറിയാം പേരാണ്. ഒരു അക്ഷരം പറഞ്ഞ ഞാൻ പറഞ്ഞു. ഫസ്റ്റത്തെ അക്ഷരം ക്ലൂ. ഒരു തമിഴ് സംഗീതജ്ഞന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ്. ഇളയരാജൻ. ആ, അതിനകത്തുണ്ട് അക്ഷരം. ഇളയരാജന്റെ പേരിലുണ്ട്. ആ, ഇനി ഞാൻ ഒരു പാട്ട് പാടാം, അതിനകത്തുണ്ട്. രാജരാജ സോഴൻ രാജാവ്. അങ്ങോട്ട് നോക്ക്. രാജരാജ ചോളൻ. അയ്യോ, കൈയടിച്ചെല്ലാരും എങ്ങനെ മനസ്സിലാക്കിയെടുത്ത്? കഷ്ടം. രാജരാജ ചോളൻ എന്ന് ഞാൻ വേറെ പാട്ട് പാടങ്ങിയത് ഭാഗ്യം. ആ, കറക്റ്റ്. അതാ കേട്ടു നോക്ക്. രാജമൗലിയാണെന്നത്. നമ്മുടെ ഏത് സിനിമയാണ് ഡയറക്ട് ചെയ്ത്? ബാഹുബലി ഡയറക്ട് ചെയ്ത്. എന്നാ പറ, ആരാണ്? ഇന്നവളെ പറഞ്ഞോട്. രാജീവ് ഗാന്ധി. ആരാ കണ്ടായിരുന്നു? നീ കണ്ട ആരാടാ? പറടാ. രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണത്. ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. ഇവനാണ് രാജീവ് ഗാന്ധിയെ കണ്ടിട്ട് ആരാണെന്ന് പറഞ്ഞ രാജമൗലിയാണെന്ന് പറഞ്ഞത്. എന്താ മോന്റെ പേര്? ഫൈസൽ. അങ്ങോട്ട് നോക്കി പറ. എവിടെ നാട്? എൻ്റെ ഇടുക്കി, പെരുവന്താനം. ഓക്കെ. അപ്പൊ റെഡി? പിടിയടാ അങ്ങോട്ട് മൈക്ക്. ബട്ട് ഐ സ്റ്റിൽ ബിലീവിംഗ് മിറാക്കിൾസ്. ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. ശരി, എന്നാ അവനെ കൊണ്ട് പാടിക്കണ്ട. തുടങ്ങാം. റെഡി? അങ്ങോട്ട് നോക്കി പറയണം. ബട്ട് ഐ സ്റ്റിൽ ബിലീവിംഗ് മിറാക്കിൾസ് രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടികൊണ്ടൽ കൊണ്ട്. ആര്? ബോംബെയില് 6 വെടികൊണ്ടൽ കൊണ്ട്. വെടിയുണ്ടകൾ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറി പറഞ്ഞ്. ചങ്ങനാശ്ശേരി ചങ്കും കരളും വ്യക്തമായിട്ട് പറ. ചങ്കും കരളും കീറി പറഞ്ഞ് ചോര വാർന്ന് ഒരു പാമ്പ്. ഒരു പാമ്പ് കഥ പറ. പാമ്പിന്റെ കഥ പറ. ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലയാണെന്ന് തോന്നുന്നത്. പാമ്പ് മുറിവോടുന്നത് പോലെ അതിജീവിച്ച് മുറികൂടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച് ഒരു അത്ഭുത പ്രതിമാസമല്ല. എല്ലാ പ്രതിമാസവും പ്രതിഭാസമല്ലേ രാമേട്ട? സക്കീർ ഹുസൈൻ. അതുപോലെ ഒരു തവണ അതിജീവിച്ച് വെടിയുണ്ടകൾ കൊണ്ട്. അതുപോലെ, അതായത് അതിജീവിച്ച് വന്നിട്ട് വീണ്ടും ഒരു 6 വെടിയുണ്ട വീണ്ടും കൊണ്ട്. എന്തോന്നറിയ, ഇത് മനുഷ്യൻ തന്നല്ലേ? അതുപോലെ ഒരു തവണ വെടികണ്ടകൾ അതിജീവിച്ച് അതുപോലെ ഒരു തവണ കൂടെ ചീറിപ്പാൻ ഒരു സിംഹത്തെ പോലെ എന്റെ മുന്നിലേക്ക് വന്നാൽ എവിടൊക്കെയോ തിരിഞ്ഞും മറിഞ്ഞും പോയി മോനെ. അതുപോലെ ബുള്ളറ്റുകൾ അതിജീവിച്ച് ആയുസ് നീട്ടിക്കിട്ടി ഒരു സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്ന then I will lead you രാമേട്ട. എനിക്ക് ഉപയോഗിക്കാൻ എന്തുപോലെ ഒരു പരിചയ പോലെ എനിക്ക് രാമേട്ടനെ ആവശ്യമുണ്ട്. ഉറപ്പാണോ? എന്തോ ആളാക്കിയതാണല്ലേ. നല്ല തണ്ടും തടി ഉണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. ഇത് അറിയാത്തതായിട്ട് ആരുമില്ല. വേറെ ആരും പറയരുത്. പറയുന്നവർക്ക് ഞാൻ വേറെ നല്ല പണിഷ്മെന്റ് തരും. ഇത് ആരെന്ന് പറഞ്ഞു കൊടുക്കണേ, പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. സിനിമയിൽ അഭിനയിക്കണം. സിനിമയിൽ അഭിനയിക്കുന്ന വില്ലനാണോ നായകനാണോ? അത് പറ. അതുവരെ കണ്ടുപിടിച്ചവൻ. നായകനാണോ വില്ലനാണോ? വില്ലൻ. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വില്ലനാണ്. ആരെങ്കിലും ഒരാൾ പറയുന്ന ഭ്രമിച്ച കയ്യടി കൂടവന്. ഇതാണ് അമിത്ഷാ. എന്താണ് ഇദ്ദേഹം നോക്കുന്നത്? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഇന്ത്യ. നീ പൊയ്ക്കോ, ഒരു കയ്യടി കൊടുത്തു വിടുക. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പതിവാ. മതി. ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. എന്താണ് പേര്? ഷഹസിബ. എവിടെ? നാടെവിടെയാണ്? ഞാൻ തൃശ്ശൂരിന്ന്. തൃശ്ശൂരാണ്. റെഡി, ആക്ഷൻ. ബട്ട് ഐ സ്റ്റിൽ ബിലീവിംഗ് മിറാക്കിൾസ് രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിലും 6 വെടിയുണ്ടകൾ ചങ്കിലും കരളിലും. തമ്പുരാനറിയാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്? ഇൻഡിപെൻഡൻസ് ഡേ.
അറിയൂല. അയ്യോ, എന്റെ പള്ളി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഷെസിബ 1987. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. 1947. മാസം പറ. ദാണ്ട കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, പറഞ്ഞു വിടാം. ഓഗസ്റ്റ് 15. മൊത്തത്തിൽ പറ. 1947 ഓഗസ്റ്റ് 15. ശരി, ഒരു സിമ്പിൾ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ്, വേറെ ആരും പറയല്ലേ? പിണറായി വിജയൻ. നമ്മളെ വിട്ടേക്കുമ്പത്തെ നമ്മ പോണേണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ബായിക്ക് മതിയല്ല, അതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, തീർന്നില്ല. ഇനിയും അടുത്തൊരു ബാച്ച് റെഡി ആയിരിക്കുകയാണ്. വീണ്ടും ഇതേ കോളേജിൽ തന്നെ കാണുന്നത് വരെയും ഗുഡ് ബൈ.